ഹായ്, ഞാൻ ശ്രീലത. ഒരു സ്ലീവ് എങ്ങനെയാണ് ഷോൾഡറിൽ ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ആം ഹോൾ കർവ് 1/2 ഇഞ്ച് കുഴിച്ചാണ് വെട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവിൻ്റെയും. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട് ആം ഹോൾ കർവ് രണ്ടും, അതായത് ബോഡി പാർട്ടിൻ്റെയും സ്ലീവിൻ്റെയും ഫ്രണ്ട് ആം ഹോൾ കർവ് ഒരുപോലെ വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ സ്ലീവ് കയറ്റാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാനായിട്ട് എന്തെങ്കിലും ഒരു സൈൻ അവിടെ കൊടുത്തേക്കണം. ഞാനിപ്പോൾ ഇവിടെ എഫ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഈ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ ജോയിനിങ് പാർട്ടിലെ ഷോൾഡറിൻ്റെ ആ ജോയിനിങ് പാർട്ടിൽ വേണം ഈ സ്ലീവിൻ്റെ സെൻറ്റർ, നമ്മൾ നേരത്തെ തന്നെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ലീവിൻ്റെ സെൻറ്റർ വരത്തക്ക വിധം വെച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഇവിടെ 1/2 ഇഞ്ചാണ് ആം ഹോൾ കർവ് ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യൽ തുമ്പായി കൊടുത്തിരുന്നത്. എപ്പോഴും സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ സെൻട്രൽ നിന്നും താഴേക്ക് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരിക്കലും സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങരുത്. അപ്പോൾ ഇതുപോലെ പിടിച്ച് നമ്മൾ ഈ താഴെ വരെയും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതായത് സെൻറ്ററിൽ നിന്നും താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി അത് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സെൻറ്ററിൽ തന്നെ തിരിച്ചെത്തുക. ഇവിടെ നമ്മൾ സെൻറ്റർ വരെ എത്തി. ഇനി സെൻറ്ററിൽ നിന്നും താഴേക്കുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് നേരത്തെ തയ്ച്ചതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമ്മൾ താഴെ വരെ തയ്ച്ചെത്തിയിട്ടുണ്ട്. ഇനി അതൊന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്ത് സെൻറ്റർ വരെ ആക്കി നിർത്തുക. എന്നിട്ട് സെൻറ്ററിൽ എത്തിക്കഴിയുമ്പം ഒന്ന് കെട്ടിട്ട് തയ്യൽ നമുക്ക് നിർത്താം. ഇവിടെ സെൻറ്ററിലെത്തി ഞാനൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയിട്ട് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ബൈ.